ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം വിൻറ്റേജ് ജേണൽ സപ്ലൈസും അതേപോലെ വിൻറ്റേജ് ജേണലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. സ്റ്റിക്കർ ആണല്ലോ നമുക്ക് കൂടുതലായിട്ട് ജേണൽ ചെയ്യുമ്പം ആവശ്യം. അപ്പൊ ഇതേപോലെ ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ബ്രഷ് പെനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. നമുക്ക് വിൻറ്റേജ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കൂടുതലും ബ്രൗൺ കളറ് ഒക്കെ ആയിട്ടുള്ള ബ്രൗണ് യെല്ലോ അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഒക്കെയാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ പേപ്പർ എടുക്കുമ്പം കുറച്ച് കട്ടിയുള്ള പേപ്പറൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു പെയിന്റ് ഒക്കെ ചെയ്ത് വരുമ്പം ആ ഒരു തിക്നെസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സംഭവം ഈസിയാണ് കേട്ടോ. എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിപ്പോ നമ്മള് പെയിന്റ് ഒക്കെ ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ഭാഗം കൂടി കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൽ നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ വെച്ചാൽ മതി. നമുക്ക് വിൻറ്റേജ് ആവുമ്പോൾ മേലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാല് അത്ര വലിയ ഭംഗിയൊന്നും കിട്ടൂല. അപ്പൊ ഇങ്ങനെ തന്നെ ഒട്ടിക്കുന്നതാണ് അതിന്റെ ഒരു രസം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതിന്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ചിട്ട് ഡയറക്റ്റ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് സെറ്റായി. അടുത്ത ഞാൻ വിൻറ്റേജ് ആയിട്ടുള്ള ഗേൾ സ്റ്റിക്കേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനും വേണ്ടിയിട്ട് ചായപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വിൻറ്റേജ് പേപ്പറിൽ ഇതേപോലെ ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസൊക്കെ നമുക്ക് പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പം അത് ഇതേപോലെ ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്ന് ഇതേപോലെ ബ്രൗൺ കളറൊക്കെ വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പറിൽ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ബ്രൗൺ കളറും കൂടി കുറച്ചും കൂടി അടിച്ചു കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 4 പിക്ചേഴ്സ് മാത്രം ഇതേപോലെ സെറ്റ് ആക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒക്കെ വരച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റൗണ്ടിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയല്ലോ പാറ്റേൺ ഒക്കെ അതേപോലെ ആണെന്നുണ്ടെങ്കിലും നമ്മളിത് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ 2 ലെയർ ആക്കിയിട്ട് കളർ കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇതേപോലെ റൗണ്ട് വരയ്ക്കാം കേട്ടോ. ഈ കോയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ റൗണ്ട് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ സൈഡിൽ കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മോഡലിലാണ് നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതേപോലെ നമുക്കൊന്ന് കളർ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ നമ്മളൊരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് അതിലിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പം ഇതേപോലെ ഞാൻ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ അടുത്ത സ്റ്റിക്കർ. ഈ റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമുക്ക് കുറച്ച് വിൻറ്റേജ് ലുക്കിലുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. പാറ്റേൺ പേപ്പർ നമുക്ക് ജേണൽ ചെയ്യുമ്പം ഏറ്റവും അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ A4 പേപ്പറാണ് കേട്ടോ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഇല എടുക്കുക. ഇങ്ങനത്തെ ചെറിയ ഇല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ വിൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗൺ കളർ ആ ഒരു ഇലൻ്റെ ബാക്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതായിരിക്കും. സോ അപ്പോൾ അതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ മൂടിൻ്റെ ആ ഒരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ബ്രൗൺ കളർ ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കോഫി തീമിൽ ഇതിൻ്റെ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കളറിൽ ആണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പറയണത് നമ്മൾ സാധാരണ എല്ലാ ജേണലിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്രിഡ് ലൈനുള്ള പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് സിമ്പിളാണ്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻസ് വരച്ചു കൊടുക്കുക.
അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ ബബിൾ പേപ്പർ ഉണ്ടാവുമല്ലോ. ബബിൾ പേപ്പർ അല്ല, ഈ ഒരു ബബിൾ കവർ. അപ്പോൾ ആ ഒരു കവറിൻ്റെ മേലെ കുറച്ച് പെയിൻ്റ് ഒക്കെ ആക്കിയിട്ട് ഞാൻ യെല്ലോയും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇതേപോലെ പേപ്പറിൻ്റെ മേലെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ കിട്ടും കേട്ടോ. ഇത് കുറച്ചും കൂടി നല്ല രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ അടുത്തത് ചെയ്യണത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രഷിൽ ബ്രൗൺ കളർ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്പ്രേ ഒക്കെ ചെയ്യണ പോലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. എന്നിട്ട് ആ സൈഡിലൊക്കെ ഒരു ബോർഡർ പോലെ ബ്രൗൺ കളറും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ബ്രൗൺ മാത്രമല്ല കേട്ടോ, യെല്ലോ അങ്ങനെ കുറച്ച് ഒരു 3-4 കളർ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു 5 പാറ്റേൺസ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഞാൻ ഇതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ചെയ്തിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ 2 വീഡിയോസ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് ഐഡിയാസ് കിട്ടും. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോഫി പേപ്പർ. ആ ഒരു കോഫി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി വിൻറ്റേജ് ആയിട്ടുള്ള പേപ്പർ സ്റ്റാമ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് ഇതേപോലെ നീളത്തിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കാണിക്കണ അതേ മെത്തേഡിൽ നമ്മളൊന്ന് പേപ്പർ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബോർഡർ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗം വരെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇത് നേരെ തിരിച്ചിട്ട് ഇതേപോലെ തന്നെ ചെരിച്ചിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇതിൽ നിന്നൊന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി എടുത്തിട്ട് ഇതിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. വിൻറ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കളർ ഏതാവുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാനുള്ളതേ ഉള്ളൂ, ബ്രൗൺ തന്നെ. അപ്പം നമുക്ക് ബ്രൗൺ കളർ ഇതേപോലെ ഒന്ന് നമ്മൾ ഫുള്ളായിട്ട് എല്ലാത്തിലും ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോർഡറിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ കളറും കൂടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം അതേപോലെ നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് തീമിലാണോ വേണ്ടത് അത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു മഗ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻവലപ്പ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 5 നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത നമുക്ക് വിൻറ്റേജ് പേപ്പേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതായത് നോർമൽ പേപ്പർ എങ്ങനെ നമുക്ക് കുറച്ച് പഴയ ലുക്ക് ആക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് A4 പേപ്പറാണ് കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഫി കലക്കിയിട്ടുള്ള വെള്ളത്തിൽ ഒരു 1 ഡേ ഒക്കെ ഇട്ടുവെച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും, നല്ല കളറും ഉണ്ടാവും. ഇത് കുറച്ച് എളുപ്പപ്പണിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതാണല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കല്. ഇത് നമ്മളെ കട്ടൻ ചായ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നമ്മൾ പഞ്ചസാര ഒന്നും ഇടാതെ ഈ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയ അതിലേക്ക് നമ്മൾ ഇതേപോലെ പേപ്പർ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഉണക്കിയെടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമുക്ക് വിൻറ്റേജ് ജേണൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ വിൻറ്റേജ് ജേണൽ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി. അപ്പം അന്ന് നമ്മൾ വേറെ മാതിരിയാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കണത് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലോങ് വീഡിയോ കണ്ടു കേട്ടോ. അപ്പം നമ്മളിതിൽ പെട്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ചെറിയത് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഒരു A6 ആ ഒരു സൈസൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിനി നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ നമ്മൾ കട്ടൻ ചായ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് നല്ലോണം കളറ് വന്നതിന് ശേഷം നമ്മളൊരു 2 സ്പൂണെങ്കിലും ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ പേപ്പേഴ്സൊക്കെ ഒരു 20 മിനിറ്റൊക്കെ ഇട്ട് വെക്കുന്നത്. അങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മളതൊന്ന് ഉണക്കണം. ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കത്തിച്ച് കൊടുക്കുക. ഇനി കത്തിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ കോഫിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കൂടുതലും അങ്ങനെയാണ് ഉണ്ടാക്കൽ.
ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചായപ്പൊടി എടുക്കുന്നതാവും നന്നാവുക. പിന്നെ പേപ്പർ എടുക്കുമ്പം പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ നോക്കട്ടോ. ഇനി ഞാൻ ഇതേപോലെ ചട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചട്ടയ്ക്ക് ഇതേപോലെ ബുക്ക് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ തന്നെ ചാനലിൽ കുറേ വട്ടം ബുക്ക് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിൽ പശ തേച്ച് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ബുക്ക്. അപ്പോൾ ഇതേപോലെ ബുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിൽ നമ്മളെ മുറ്റത്തൊക്കെയുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇതേപോലെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമ്മളൊരു ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഡ്രൈ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ടാവും നമുക്ക് വിൻറ്റേജ് ജേർണലിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ബുക്കിൽ വെക്കണത് കണ്ടല്ലോ. അതൊരു 2 വീക്ക് അതല്ലെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ ആകുമ്പോൾ തന്നെ ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഞാനൊരു 2-3 മന്ത് മുന്നേ വെച്ചതാണ് കേട്ടോ. ഇത് റോസ് ഫ്ലവർ ആണ്, ഇത് കടലാസ് പൂവാണ്. അപ്പം അങ്ങനെ നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഒട്ടിക്കണേക്കാട്ടിലും നന്നാവുക ഇതേപോലെ നമ്മളൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബട്ടർ പേപ്പർ ഇല്ല, സ്റ്റിക്കർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പറിൻ്റെ മേലെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചല്ലോ ആ ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇങ്ങനെ ഡ്രൈ ആയപ്പം ആയിട്ടുള്ളത്. ഇനി ഈ ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചധികം ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ഇത് പറിക്കുമ്പം നമുക്ക് ഒട്ടി നിൽക്കുള്ളൂ. ഈ ബാക്കിലെ ബട്ടർ പേപ്പർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മളിത് ഒട്ടിക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബുക്കിനൊന്നും വലിയ കേടൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഒട്ടിക്കുമ്പം കുറേ കഴിയുമ്പോൾ പൊടി പൊടിയായിട്ട് അത് കേടുവരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വിൻറ്റേജ് ജേർണലൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ കുറേ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കലുണ്ട്. ഇത് കടലാസ് പൂവിൻ്റെതാണ് കേട്ടോ. അപ്പം ഇത് എന്തായാലും നല്ല ഭംഗിയാണ്. ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാനും ഒട്ടിച്ചാൽ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഈ എൻവലപ്പ് നമ്മൾ ജേർണലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലെറ്ററൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീട്ടിലൊക്കെ ആയിട്ടൊക്കെ ഒട്ടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ പേപ്പർ ബാഗ് ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ ബാഗിൽ നിന്ന് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എൻവലപ്പ് ഉണ്ടാക്കാൻ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയണതായിരിക്കും. എന്നാലും ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അധികം ഉണ്ടാക്കൽ കേട്ടോ. നമുക്ക് കുറച്ചും കൂടി സ്റ്റൈലൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയാണ്. ഇതേപോലെ തന്നെ നമുക്ക് പാറ്റേൺ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇതൊരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പറും കൂടി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് വിൻറ്റേജ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വാഷി ടാപ്പ് നോക്കാം കേട്ടോ. ഇത് ബ്രൗൺ പേപ്പറിൽ ഇങ്ങനെ വൈറ്റ് പെന്ന് വെച്ചിട്ട് വരച്ചതാണ്. പിന്നെ ഇത് ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ ഇതേപോലെ വൈറ്റ് പെന്ന് വെച്ചിട്ട് വരച്ചതാണ്. പിന്നെ ഇത് വൈറ്റ് പേപ്പറിൽ ഇതേപോലെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് വരച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ പ്രിന്റ് എടുത്തിട്ട് പേപ്പറിൽ അതിൽ കളർ ചെയ്താണ്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തതാണ്. അപ്പോൾ വാഷി ടാപ്പ് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇതിലങ്ങനെ ചെയ്യണത് കാണിക്കാത്തത് കേട്ടോ. അടുത്തത് പിന്നെ ഉള്ളത് ഡോട്ട് സ്റ്റിക്കേഴ്സ് ആണ്. ഈ ഡോട്ട് സ്റ്റിക്കേഴ്സ് നമ്മൾ ഇതിൻ്റെ മുന്നേ വിൻറ്റേജ് ആയിട്ടും അതല്ലാതെ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതും നമുക്ക് ജേർണൽ ചെയ്യുമ്പം നല്ല അടിപൊളിയാണ്. കോഡ് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ജേർണലിൽ കാണിച്ചിട്ടുണ്ട്, ജേർണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് ഇതിലും കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ഓരോ തീമിനനുസരിച്ചിട്ട് ചെയ്യുമ്പം അപ്പം എഴുതുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം. അതുകൊണ്ട് ഞാനിപ്പോൾ കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണില്ല കേട്ടോ.
പിന്നെ ഇതേപോലെ റൗണ്ട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുമെന്നും ഇഷ്ടപ്പെടും എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറേ സപ്ലൈസ് ആണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ജേർണൽ ചെയ്യാമെന്ന് പറയുമ്പം അത് വേറെ തന്നെ രസമാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് ഒരു ജേർണൽ ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റിക്കേഴ്സ്, പിന്നെ സ്റ്റാമ്പ്സ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു ജേർണൽ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ സെൻഡ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻസ്പയർ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വാങ്ങുന്ന ജേർണൽ സപ്ലൈസിനെക്കാട്ടിലും എന്തുകൊണ്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള സപ്ലൈസിൻ്റെ വീഡിയോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് 1 2 3 എന്നുള്ള ഒരു ഇതിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. എൻ്റേത് ഏതൊക്കെയാണ് ഫേവറേറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗേൾ സ്റ്റിക്കേഴ്സ്, അഫ്കോഴ്സ് അത് ഒന്നാമത്തത്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അത്. പിന്നെ മൂന്നാമതായിട്ട് ഈ ഒരു സ്റ്റാമ്പ്. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. നിങ്ങളുടെ ഏതൊക്കെയെന്ന് അറിയിക്കുക.